തണ്ണീർമത്തനിലൂടെയും പ്രേമലൂവിലൂടെയെല്ലാം ആളുകളെ ചിരിപ്പിച്ചു നടന്ന ടീനേജ് പയ്യൻ. മലയാള സിനിമ ഒരിക്കൽ സ്വപ്നം കണ്ടു നടന്ന 100 കോടി ക്ലബിൽ ഇടം നേടുന്ന പ്രായം കുറഞ്ഞ നായക നടൻ. ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ഒരേ സമയം കുടുംബ പ്രേക്ഷകർക്കിടയിലും യൂത്തിനിടയിലും തൻ്റെതായ സ്ഥാനം ആ 24-കാരൻ നേടിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴിതാ തൻ്റെ പുതിയ സിനിമയുമായി മമ്മൂട്ടിക്കൊപ്പം ക്ലാഷ് റിലീസിനെത്തുന്നു. കണ്ടുമറന്ന കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ബോക്സറായി നസ്ലൻ എത്തുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ്. ഇതുപോലുള്ള ഈ ജോജോ എന്ന് പറയുന്ന ക്യാരക്ടർ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് കിട്ടുന്നതെല്ലാം മറ്റേ നാണംകുട്ടിയായിട്ടുള്ള ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഇതില് കുറച്ച് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. താൻ ഇന്നേ വരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു കഥാപാത്രവുമായി നസ്ലൻ വീണ്ടും എത്തുകയാണ്. ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ആലപ്പുഴ ജിംഖാന. ഒരു സ്പോർട്സ് കോമഡി ജോണറിലെത്തുന്ന ജിംഖാന ഏപ്രിൽ 10-നാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. ചിത്രത്തിലെ നസ്ലന്റെ ലുക്ക് തന്നെ ഏറെ വ്യത്യസ്തമാണ്. സിനിമക്കായി താരം നടത്തിയ ട്രാൻസ്ഫർമേഷൻ പോസ്റ്ററുകളിൽ നിന്നും ട്രെയിലറിൽ നിന്നുമെല്ലാം പ്രകടമാണ്. എൻറ്റയർലി ഡിഫറൻ്റ് ആയ ഒരു ലുക്ക്. യുവതാരങ്ങളെ അണിനിർത്തി ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത തണ്ണീർമത്തൻ ദിനങ്ങളിലൂടെയായിരുന്നു നസ്ലന്റെ തുടക്കം. മാത്യു തോമസ് നായകവേഷത്തിലെത്തിയ ചിത്രത്തിലെ നായകന്റെ കൂട്ടുകാരനായ മെൽവിൻ എന്ന കഥാപാത്രമായിരുന്നു നസ്ലന്റേത്. തന്റെ മാനരസങ്ങളിലൂടെയും ഡയലോഗുകളിലൂടെയും അന്നേ നസ്ലൻ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. പിന്നീട് വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിൽ ദുൽഖറിന്റെ ബാല്യകാലമായിരുന്നു നസ്ലൻ ചെയ്ത കഥാപാത്രം. തണ്ണീർമത്തനിൽ നിന്നും വ്യത്യസ്തമായൊരു റോൾ. അതിനുശേഷം എത്തിയതാകട്ടെ പൃഥ്വിനായകനായ കുരുതിയിൽ. അതാകട്ടെ ആദ്യ 2 സിനിമകൾ ചെയ്തതിനേക്കാളും ഡിഫറൻറ്റ്. 2021 ഓഗസ്റ്റിലെത്തിയ ഹോമിലൂടെ വീണ്ടും ഒരു തമാശ കലർന്ന കഥാപാത്രത്തിലേക്ക് നസ്ലൻ മടങ്ങിയെത്തി. ചിത്രത്തിൽ ഇന്ദ്രൻസിന്റെയും മഞ്ജു പിള്ളയുടെയും കഥാപാത്രങ്ങൾക്കൊപ്പം നസ്ലന്റെ ചാൾസ് ഒളിവർ ട്വിസ്റ്റും പ്രകടനം കൊണ്ട് കയ്യടി നേടി. പിന്നീട് സൂപ്പർ ശരണ്യ, ജോ ആൻഡ് ജോ, നെയ്മർ തുടങ്ങി ഒരു പിടി സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിൽ താരം സ്ഥാനമുറപ്പിച്ചു. തന്റെ കൊടുങ്ങല്ലൂർ സ്ലാങ്ങിലൂടെയുള്ള ഡയലോഗ് ഡെലിവറി നസ്ലന്റെ പല കഥാപാത്രങ്ങളിലും പ്രതിഫലിക്കാറുണ്ട്. അത് ആ സിനിമകൾക്കെല്ലാം ഗുണം ചെയ്തിട്ടുമുണ്ട്. അരുൺ ഡി ജോസിന്റെ സംവിധാനത്തിലെത്തിയ ജേർണി ഓഫ് ലവ് 18+ എന്ന ചിത്രത്തിലൂടെയാണ് നായകനായി ആദ്യമായി നസ്ലൻ എത്തുന്നത്. ഒരു ഒളിച്ചോട്ടവും അത് വരുത്തിവെക്കുന്ന കാര്യങ്ങളും പറയുന്ന സിനിമയിലൂടെ നായകവേഷം തനിക്ക് കൃത്യമായി ഇണങ്ങുമെന്ന് നസ്ലൻ തെളിയിച്ചു. പിന്നീടായിരുന്നു പ്രേമലുവിന്റെ വരവ്. താൻ സിനിമ തുടങ്ങിയ ആശാന്റെ കൂടെയുള്ള മറ്റൊരു ചിത്രത്തിലൂടെ കൃത്യമായി മലയാള സിനിമയിൽ നസ്ലൻ തന്റെ സ്ഥാനം അടയാളപ്പെടുത്തി. സച്ചിൻ റീനു കോംബോ കേരളവും കടന്ന് ആന്ധ്രയിലും തെലങ്കാനയിലുമെല്ലാം വമ്പൻ ഹിറ്റായി. 2024 ഫെബ്രുവരി 9-ന് പുറത്തിറങ്ങിയ പ്രേമലുവാണ് കഴിഞ്ഞ വർഷത്തെ ആദ്യ 100 കോടി നേടിയ മലയാള ചിത്രവും. 31 ദിവസം കൊണ്ടാണ് ചിത്രം നേട്ടത്തിലെത്തിയത്. നസ്ലൻ എന്ന നടന് സൗത്ത് ഇന്ത്യ മുഴുവൻ ആരാധകരെ നേടിക്കൊടുത്ത ചിത്രം കൂടിയായിരുന്നു പ്രേമലു. തന്റെ കൂടെ അഭിനയിക്കുന്നവർക്കൊപ്പം അസാമാന്യ കെമിസ്ട്രി വർക്കാക്കാൻ നസ്ലന് എന്നുമായിട്ടുണ്ട്. പ്രേമലുവിൽ സംഗീത് പ്രതാപിന്റെ അമൽ ഡേവിസ് ആയിരുന്നു അതിലെ ലേറ്റസ്റ്റ് എൻട്രി. ഇരുവരും ചേർന്നുള്ള കോമ്പിനേഷൻ സീനുകൾ പ്രായഭേദമന്യെയാണ് ഏവരും ആസ്വദിച്ചത്. ഒരുപക്ഷെ പ്രേമലുവിലെ പ്രേമത്തെക്കാൾ ഏറെ പ്രശംസ നേടിയതും ഇരുവരുടെയും കോമഡി സീനുകളായിരിക്കാം. നസ്ലൻ സിനിമകളിൽ ഒഴിച്ചുകൂടാനാകാത്ത പേരാണ് മാത്യു തോമസിൻ്റേത്. അതുപോലെ തന്നെയാണ് തിരിച്ചും. തണ്ണീർമത്തനിലും ജോ ആൻഡ് ജോയിലും നെയ്മറിലും പ്രേമലൂവിലുമെല്ലാം ആ കോംബോ നന്നായി വർക്കാവുകയും ചെയ്തു. ഗിരീഷ് ഷെഡിയുടെ തന്നെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അയാം കാതലനാണ് നസ്ലന്റെ അവസാനമായി പുറത്തിറങ്ങിയ സിനിമ. വളരെ സിമ്പിളായി കഥ പറഞ്ഞു പോകുന്ന ഒരു കൊച്ചു സിനിമയായിരുന്നു കാതലൻ. എന്നാൽ തിയേറ്ററുകളിൽ ചിത്രത്തിന് തണുപ്പൻ പ്രതികരണമാണ് ലഭിച്ചത്. ആ തണുപ്പ് മാറ്റാനാവും ആലപ്പുഴ ജിംഖാനയിലൂടെ നസ്ലന്റെ ശ്രമം. ഖാലിദ് റഹ്മാൻ എന്ന സംവിധായകന്റെ പേരും തല്ലുമാല എന്ന അദ്ദേഹത്തിന്റെ സിനിമയും ജിംഖാനയുടെ ഹൈപ്പിന് മറ്റൊരു കാരണമാണ്. അതിനോടൊപ്പം നസ്ലൻ എന്ന നടൻ തരുന്ന റിപ്പീറ്റ് വാല്യൂവും എന്റർടൈൻമെന്റും കൂടിയാകുമ്പോൾ ചിത്രത്തിന് പ്രതീക്ഷ ഏറെയാണ്. നസ്ലനെ കൂടാതെ ലുക്മാൻ അവറാൻ, ഗണപതി, ബേബി ജീൻ, സന്ദീപ് പ്രദീപ്, അനഘ രവി അങ്ങനെ വമ്പൻ താരനിരയുമായാണ് സിനിമയുടെ വരവ്. ജിംഖാനയ്ക്ക് ശേഷം പ്രേക്ഷകർ കാത്തിരിക്കുന്ന നസ്ലൻ ചിത്രം പ്രേമലുവിന്റെ 2ാം ഭാഗമാണ്. ആദ്യ ഭാഗത്തിന് ലഭിച്ച സ്വീകാര്യത തന്നെയാണ് ആ കാത്തിരിപ്പിന് കാരണം. അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന മോളിവുഡ് ടൈംസ്, വേഫറർ ഫിലിംസിന്റെ പ്രൊഡക്ഷനിൽ ഒരുങ്ങുന്ന ചിത്രം എന്നിവയാണ് നസ്ലന്റെ അപ്കമിംഗ് സിനിമകൾ. മിടുക്കനാണ്, അവൻ വലിയ സ്റ്റാർ ആകുമെന്ന് തോന്നുന്നു. ഒരിക്കൽ നസ്ലനെ കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകളാണിത്. അത് നടപ്പാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നതും. യുവത്വത്തിനിടയിൽ ഇത്രയും പോപ്പുലറായ ഒരു യങ് ആക്ടർ ഇന്ന് മലയാളത്തിൽ ഇല്ലെന്ന് തന്നെ പറയാം. ജിംഖാനക്കായുള്ള കാത്തിരിപ്പും പ്രേമലു 2-നായുള്ള കാത്തിരിപ്പുമെല്ലാം അത് തന്നെയാണ് തെളിയിക്കുന്നത്. ഒരു 24-കാരന്റെ സിനിമ ക്ലാഷ് റിലീസിൽ വിന്നർ ആയേക്കാമെന്ന് ആളുകൾ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടെങ്കിൽ നസ്ലൻ എന്ന നടന്റെ കരിയർ ഗ്രോത്തിനെയാണ് അത് വെളിവാക്കുന്നത്. നസ്ലനിലൂടെ മലയാള സിനിമയുടെ ഭാവിയിൽ പ്രേക്ഷകർ അർപ്പിക്കുന്ന പ്രതീക്ഷയാണ് ആ നടന്റെ വിജയവും.